പേപ്പറില്ലാത്ത ലോകം വരാൻ പോകുന്നു എന്ന് മാഷ് പറഞ്ഞപ്പോൾ കുട്ടികൾക്കേറെ സന്തോഷമായി. ഈ പാഠപുസ്തകങ്ങളും ബുക്കുകളും ഇനി ചുമക്കണ്ടല്ലോ. പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ക്ലാസ് മുറികളെ മാറ്റി തീർക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അധ്യാപനത്തിലേക്ക് തിരിയുകയാണ് നമ്മുടെ അധ്യാപകർ. തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ കാലത്തിനൊത്ത് നടക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഗവൺമെന്റ് ഹൈസ്കൂൾ അവനവഞ്ചേരിയെ ഈ വേദിയിലേക്ക്. അവനവഞ്ചേരിയിൽ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളിലേക്ക്. ഇത് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. അവനവഞ്ചേരി ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന രാമസ്വാമി അയ്യരുടെ പ്രത്യേക താൽപര്യപ്രകാരം 1925 ഒരു പ്രൈമറി സ്കൂളായി ഈ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. കേരളപ്പിറവിക്ക് ശേഷം ഈ വിദ്യാലയം സർക്കാർ ഏറ്റെടുത്തു. 1966 ജൂൺ മാസത്തിൽ UP സ്കൂളായും 1984 ജൂൺ 17 തീയതി ഹൈസ്കൂളായും അപ്ഗ്രേഡ് ചെയ്തു. ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ മികച്ച സ്കൂളുകളിലൊന്നായ ഇവിടെ ഇപ്പോൾ 1604 കുട്ടികൾ പഠിക്കുന്നു. 1 മുതൽ 10 വരെ ക്ലാസുകളുള്ള ഇംഗ്ലീഷ് മലയാളം മീഡിയം മിക്സഡ് സ്കൂളാണ് ഇത്. ഗവൺമെന്റ് ഹൈസ്കൂൾ അവനവഞ്ചേരിയുടെ മാതൃകാ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പാഠ്യേതര വിഷയങ്ങളിലെല്ലാം നല്ല മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വിജയശതമാനം നല്ലതുപോലെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം അതായാലും നല്ല രീതിയിൽ നടക്കുന്നു. 928 കുട്ടികൾക്ക് നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ഒരുപാട് ഗവേഷണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായിട്ടാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അധ്യാപകർ 100 കണക്കിന് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്താണ് ഈ ഗവേഷണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ അത് വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ ഡെങ്ക് ഫീവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നാട്ടിൽ കുട്ടികളിറങ്ങിയ ഒരു ചോദ്യാവലിയൊക്കെ തയ്യാറാക്കി എന്താണ് ഇതിന് കാരണമായ വസ്തുത എന്താണെന്നും അത് ഒഴിവാക്കാൻ എന്താണ് മാർഗമെന്നൊക്കെ പരിസര ശുചിത്വത്തിനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ ബോധം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുണ്ടായി. അപ്പോൾ അവരത് മനസ്സിലാക്കുകയും സമൂഹത്തിന് ഉതകുന്ന ഒരു പ്രവർത്തനം കുട്ടികൾ മുഖേന നടപ്പാക്കിയ പ്രവർത്തനമാണ് അല്ലേ? അധ്യാപകരും കുട്ടികളുമായിട്ടാണ് സാർ ചെയ്തിട്ടുള്ളത്. കുട്ടികൾ സംഘടിതമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ. അപ്പൊ ആ ശുചിത്വ ബോധത്തിനെ കുറിച്ച് ആളുകൾക്ക് കുറച്ച് ബോധം ഉണ്ടാക്കുക, ശുചിത്വത്തെ നമുക്ക് ഗവേഷണ പ്രവർത്തനമായിട്ട് കാണാൻ പറ്റുമോ? അതൊരു വിജ്ഞാന വ്യാപനം എന്നല്ലേ പറയുക, എക്സ്റ്റൻഷൻ വർക്ക് അല്ലേ? ഗവേഷണം എന്ന് പറയുമ്പോൾ ഒരു പുതിയ അറിവ് നിർമ്മിക്കലല്ലേ? അല്ല സാർ, അത് അവര് എന്താണ് അതിന്റെ കാരണമെന്ന് കുട്ടികൾ അറിയണ്ടേ? കുട്ടികൾ അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയാണ്. അതെ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി നമുക്ക് കുറേ വിവരം ഓൾറെഡി ലഭ്യമാണ് അല്ലേ? അപ്പോൾ അതിന് പുറമേ ഉള്ള ഒരു കാര്യം അവർ പുതിയവർ നിർമ്മിക്കുമ്പോഴല്ലേ അതൊരു ഗവേഷണ പ്രവർത്തനമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനനിർമ്മിതി എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. അതിൽ പഠനം ജ്ഞാനനിർമ്മിതിയാണ്. ഗവേഷണം പുതിയ ജ്ഞാനത്തിൻ്റെ ഒരു നിർമ്മിതിയാണ്. അങ്ങനെ ഒരു വ്യത്യാസം ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയല്ല സാർ ഉദ്ദേശിച്ചത്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ള ഒരു അതൊരു പുതിയ അറിവാണ്. അതിൽ പങ്കെടുത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? തലത്തിലാണ് പോയത്. അതിൽ പങ്കെടുത്തവര് മാളവിക ആ പ്രവർത്തനത്തിലൂടെ കിട്ടിയ പുതിയ അറിവ് എന്താണ്? സാർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനൊരു പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്നാണ് ആദ്യം അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം എന്ന തരത്തിൽ ഞങ്ങളൊരു പ്രോജക്റ്റ്, ഒരു സർവേ പോലെയൊക്കെ ചെയ്തിട്ട് പ്രോജക്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കിട്ടിയ പുതിയ അറിവ് എന്തായിരുന്നു? അതിനെന്തെല്ലാം പരിഹാര മാർഗങ്ങൾ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ നിന്നാണോ കിട്ടിയത്? സാധാരണ ഞങ്ങൾക്ക് ഈ അസുഖത്തിനെ കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല സാർ. ഞങ്ങളുടെ പഠനത്തിലൂടെയാണ് ഏതൊക്കെ തരത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാവാം, എന്തൊക്കെയാണ് അതിന് കാരണമാകുന്ന. ഒരു ഗവേഷണ പ്രവർത്തനം തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിനെപ്പറ്റി ലഭ്യമായ അറിവുകളെല്ലാം ശേഖരിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ എവിടെയാണ് പുതിയ അറിവ്, ഇപ്പോൾ ആ പ്രദേശത്ത് എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളതിനെ പറ്റി അത് പുതിയ അറിവായിട്ട് വരണം. എന്നിട്ട് എന്താണ് പരിഹാരം നിർദ്ദേശിച്ചത്?
പരിഹാരം അവിടുത്തെ ചുറ്റുപാടനുസരിച്ച് അവിടെ എന്തുകൊണ്ടാണ് ഇത്തരം ഡെങ്കിപ്പനി വരുന്ന കൊതുകുകൾ ഉണ്ടാകുന്നതെന്നും എന്താണ് കണ്ടെത്തിയത്? അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു മലിനജലത്തിൽ നിന്നും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പല പ്രവർത്തനങ്ങളും ആ വീടുകളിൽ ചെയ്യുകയുണ്ടായി. വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും? ആരാ വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്നത്? എല്ലാവരും കാര്യം ചെയ്യുന്നത്. എന്നാണ് അവസാനമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തത്? ഈ ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച. എന്താണ് അപ്ഡേറ്റ് ചെയ്തത് നിങ്ങൾ? നമ്മൾ ഈ ഇംഗ്ലീഷിൽ ഒരു പോയംസ് ഇല്ലേ, ഇംഗ്ലീഷില് പോയംസ് അത് നമ്മൾ അതിലോട്ട് ഇതാക്കും. അപ്പോൾ ഈ സ്കൂൾ വിക്കി അപ്ഡേറ്റ് ചെയ്തപ്പോഴോ? സ്കൂൾ വിക്കി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പം അതിൽ നമ്മളാണെങ്കിൽ പല പഠന പ്രവർത്തനങ്ങളും അതിലോട്ട് മാറ്റാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ടൈം എപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്? കുറച്ച് നാളായി. എന്താണ് അപ്ലോഡ് ചെയ്തത്? അന്ന് ചെയ്തത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട എത്ര കുട്ടികളുണ്ട് ആക്റ്റീവായിട്ട് ഈ വെബ്സൈറ്റും വിക്കിയും കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂളിൽ? 1/4 കുട്ടികൾ ഇതിൽ. 1/4 വലിയ ബുദ്ധിമുട്ടത്. നിങ്ങൾ IT ക്ലബിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 50. അപ്പോൾ അത് 1/4 ഒന്നും അല്ല, 50 ആണ്. ഇപ്പോൾ ഈ 50 കുട്ടികളിൽ എത്ര പേര് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യും? എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും. അപ്പോൾ ഡിജിറ്റൽ മാഗസിൻ ഇപ്പോൾ ആരാ ഉണ്ടാക്കുന്നത്? മെഗാ വണ്ടേഴ്സ്. അതാരാണ് ചെയ്യുന്നത്? അത് എപ്പോഴൊക്കെയാണ് ചെയ്തേക്കുന്നത്? വർഷത്തിലൊന്നാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഡിജിറ്റൽ മാഗസിൻ? 2007 നമ്മളത് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് ചെയ്തിട്ടില്ല? അത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കാം. ഇതേ പേരിൽ തന്നെ ഇറക്കാം. അവനവഞ്ചേരി. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഇവിടെ ഉണ്ടോ? അപ്പോൾ സ്ഥലത്തിൻ്റെ പേരിൻ്റെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലേ, നേരത്തെ നിങ്ങൾക്ക് അറിയായിരുന്നോ? എന്നാ ഒന്ന് പറഞ്ഞാട്ടെ. ആവണിഞ്ചേരിയാണ്. ആവണിഞ്ചേരി എന്നുള്ള പേരാണ് അവനവഞ്ചേരിയായിട്ട് മാറിയത്. ആവണി തമ്പുരാട്ടിയുടെ സ്ഥലമായിരുന്ന ആവണിഞ്ചേരി അവനവഞ്ചേരിയായി മാറിയതാണ്. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ അത് ഞാൻ അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ സ്വയം ഒന്ന് എന്താ പറയുക നിരൂപിച്ചെടുത്തത് അവനവൻ ചേരി. കാരണം അവനവൻ്റേതായ ഒരു വ്യക്തിത്വം ഉള്ള സ്ഥലം എന്നാണ്. ഏതായാലും ആ അർത്ഥത്തിലും നിങ്ങൾക്കൊക്കെ ഒരു വ്യക്തിത്വം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇല്ലേ? ഭാവനയില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ നാട്ടിൻപുറത്ത് ചിലരൊക്കെ നമ്മൾ നല്ല ഭാവനയുള്ള ആളുകളുണ്ടാവും. പക്ഷെ അവരെ നമ്മളെന്ത് പറയുമെന്നറിയോ? കരിങ്കണ്ണന്മാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. വലിയ കഷ്ടമാണത്. നിങ്ങൾക്കും ഭാവന ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്യാമറ കൈ ഇങ്ങോട്ട് വരുന്നില്ലേ? എന്താണ് അതിന് പറയുക? ജിമ്മി ജിബ് എന്നാൽ മറ്റുമാണ് അതിന് പറയുക. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതങ്ങനെ ഇങ്ങനെ അവർ പ്രയോഗിച്ച് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ ഏതുപോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മളിൽ നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ അറിയാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ വരുന്നതായിട്ടും തോന്നും. പിന്നെ വേറെ എന്താണ് തോന്നുന്നത്? പറഞ്ഞോളൂ. ഒരു ദൈവത്തിന്റെ കൈ ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? JCB പോലെ തോന്നുന്നു. ആകാശഗോളങ്ങളിലെ ഏതോ അന്യഗ്രഹ ജീവിയുടെ കൈ പോലെ. നിങ്ങളൊക്കെ എഴുതാറുണ്ടോ? ഉണ്ട്. മീറാ മാമിന് ഇപ്പൊ വലിയ ഭീഷണിയാവുമല്ലോ. അങ്ങനെയല്ല സാർ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ആർച്ച ഏത് ക്ലബിലാണുള്ളത്? ആർച്ച ഭയങ്കര ഭാവനാശാലിനിയായ ഒരു കുട്ടിയാണല്ലോ. ഏത് ക്ലബിലാണുള്ളത്? ഞാൻ സ്കൂളിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ക്ലബ്ബ്, കൃഷിപാഠം ക്ലബ്ബ്, അതുപോലെ എല്ലാ ക്ലബ്ബുകളിലും ഞാൻ സജീവമായി പ്രവർത്തിക്കാറുണ്ട്. ഇതിൽ ഏത് ക്ലബിനോടാണ് കൂടുതൽ താല്പര്യം? ഏത് ക്ലബിന്റെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാ ക്ലബ്ബുകളും ഒന്നിനൊന്നും മെച്ചമാണ്. എല്ലാം മാത്സര്യ ബുദ്ധിയോടെയാണ് കേട്ടോ. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നിൽക്കണം എന്ന് പറയായിരുന്നു. സത്യത്തിൽ ഈ റിയാലിറ്റി ഷോ എന്തിനു വേണ്ടി നടത്തുന്നതാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്?
ഇപ്പോൾ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് അറിവുകളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ അനുഭവങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരായി ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി, അവരുമായി പങ്കുവയ്ക്കാനും ആണല്ലോ. അപ്പൊ അതിലൊരു ആവശ്യമില്ലാത്ത ഒരു ഉത്കണ്ഠയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഉള്ളതിലേറെ പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഊതി വീർപ്പിച്ചിട്ട് ബലൂണുകൾ പോലെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലേ? ഡോക്യുമെന്ററി സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് തീരും. നിശ്ചിത അതിന് സിനിമയെക്കാട്ടി ദൈർഘ്യം കുറവാണ് ഡോക്യുമെന്ററിക്ക്. അത്രേ ഉള്ളൂ. അത്ര മാത്രമല്ല, സാങ്കേതിക മികവ് കൂടുതൽ സിനിമയിലാണ്. പിന്നെ ഡോക്യുമെന്ററി ഒരു നിശ്ചിത ഒരു വിഷയമുണ്ട് ഡോക്യുമെന്ററിക്ക്, ആ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ഡോക്യുമെന്ററി. ശരി. മാളവികയ്ക്ക് അറിയോ ഡോക്യുമെന്ററി സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാളവികയുടെ കാഴ്ചപ്പാട് അറിയാവൂ ടീച്ചർ. പിന്നെ പണച്ചെലവ് കുറച്ച് കുറവായിരിക്കും ഡോക്യുമെന്ററി നിർമ്മിക്കാൻ. ടീച്ചർ, ഡോക്യുമെന്ററിയിലെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, സിനിമ എന്ന് പറയുന്നത് അതൊരു സാങ്കല്പിക കുറച്ച് ഭാവന കലർന്ന. അതാണ് അതിന്റെ ഉത്തരം അല്ലേ? ഉത്തരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴാണ് നമുക്ക് ഉത്തരം പറയുന്നവരെ കുറിച്ച് നല്ല മതിപ്പുണ്ടാവുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഉത്തരം പറയുന്നത് എന്നുള്ളത് ഒരു കലയാണ്. അത് പഠിപ്പിച്ചു തരാൻ ടീച്ചർമാരോട് പറയണം. വളരെ സന്തോഷം. നമ്മുടെ PTA പ്രസിഡന്റ് ഇതേവരെ ഒന്നും പറഞ്ഞില്ല, പറയാൻ അവസരം കിട്ടിയില്ല അല്ലേ? ഇവിടെ ഈ പഠന പ്രവർത്തനത്തിലെ മികവുകൾ സമൂഹവുമായി പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച് ഈ ചോദ്യാവലിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ PTA പങ്ക്? ഇത്രയും കൂടുതൽ അറിവുള്ള കുട്ടികളാണ് എൻ്റെ സ്കൂളിലുള്ളതെന്ന് ഇപ്പൊ അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അത്ര കൂടുതൽ നേരെ ഇവരുമായിട്ട് പങ്കിടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അല്പസ്വല്പ സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇത്രയും ബൃഹത്തായ ഒരു കുട്ടികളെ കൂടെയാണ് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞെന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കുട്ടികളുടെ ശേഷി മുഴുവൻ സ്കൂൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അല്ല, ഇതിനകത്ത് 20/9/2010 സമൂഹത്തിൽ ഈ അറിവുകൾ എത്തിക്കുന്ന ഒരു പ്രവർത്തനം നടന്നതായി പറയുന്നുണ്ട്. പക്ഷേ PTA പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ്. PTA പ്രസിഡന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നിസ്സാര കാര്യമാണ്. കുടിവെള്ള പ്രശ്നം ആ താഴെ വെട്ടൂരും മേലെ വെട്ടൂരും മാതിരിയൊന്നും ഇല്ലല്ലോ. അവിടെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ കുടിവെള്ളത്തിന്. ആ കുടിവെള്ള പ്രശ്നം അവനവഞ്ചേരി ഭാഗത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കണം. അതിന് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. എന്താ ഇത്ര നാളിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? കുടിവെള്ള പ്രശ്നം, നമുക്കൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നും നമ്മൾ ന്യൂൺ ഫീഡിങ് ഏകദേശം 600 പേരും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ചോറ് 900 പേരും കുട്ടികൾക്ക് ചോറാണ് നൽകുന്നത്. അപ്പൊ അതിന് നല്ല രീതിയിൽ കുടിവെള്ളം മഴവെള്ള സംഭരണിയോട് ഒപ്പം മുനിസിപ്പാലിറ്റിയുടെ ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടി പബ്ലിക് വാട്ടർ കണക്ഷൻ എടുക്കുകയും അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്. അവിടെ ചരിഞ്ഞ പ്രദേശമാണ് സ്കൂള്, കയറ്റം ഇറക്കമാണ്. അപ്പോൾ അവിടെ ഈ വൃക്ഷങ്ങളൊന്നും ഇല്ലാത്ത കാരണം പെയ്യുന്ന വെള്ളം മുഴുവനും ഒലിച്ചങ്ങ് താഴേക്ക് പോകും. താഴെ വയലുമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പദ്ധതിയെ കുറിച്ചിങ്ങനെ ആസൂത്രണം ചെയ്യുകയാണ്. ഈ മഴവെള്ളത്തിന് കിണറ്റിൻ്റെ ചുറ്റും ഒന്ന് മഴക്കുഴിയോ എന്തെങ്കിലും എടുത്തൊന്ന് കെട്ടി നിർത്തിയിട്ട് കിണറ്റിന്റെ ഉറവ് ഒരിക്കലും പറ്റാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അറിവുള്ളവരുമായിട്ട് അത് ആലോചിക്കണം. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ആ കുടിവെള്ള പ്രശ്നത്തിന്റെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി അത് പരിഹരിക്കണം. ഗവൺമെന്റ് HS അവനവഞ്ചേരിയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമായി. അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ കണ്ടൊക്കെ അടച്ചു പിടിക്കുകയാണ്. 94.1 out of 100.